വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കമന്റ് ഇടുന്നവന്മാർക്ക് വന്നാലേ അവന്മാര് പഠിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ വരണം എന്നാ ഞാൻ പറയത്തുള്ളൂ. സത്യമായിട്ട് ഞാൻ കാര്യമായിട്ട് അങ്ങനെ പറയത്തുള്ളൂ. അല്ലാണ്ട് ഈ അങ്ങനെ കമന്റ് ഇടുന്നവന്മാർക്ക് വരണം, എന്നാലേ അവന്മാർക്ക് മനസ്സിലാവത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ കല്യാണം കഴിക്കാൻ നാണമില്ലേ എന്ന്. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഞാൻ അങ്ങനെയാണ്. എനിക്ക് ഞങ്ങളുടെ വീട്ടില് ഭാര്യയോട് ഭർത്താവ് ഇഷ്ടം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ഇഷ്ടം കാണിക്കുന്ന മണിയറേ മാത്രമായിരിക്കും. അപ്പം മാത്രം സ്നേഹം കാണിക്കേണ്ടതല്ല സ്നേഹം. ഒരു വിചാരമുണ്ട് നമ്മള് ഫിസിക്കലായിട്ട് റിലേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ള. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും അല്ല, കുറെ പേര് ഇങ്ങനെ നമ്മളിരിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കും കമന്റ് റിയാക്ഷൻ, ചെറിയ തോതിൽ കമന്റ് റിയാക്ഷനും ഉണ്ട്. അല്ലാണ്ട് ഒരു നമ്മളോട് വന്നിട്ട് ഒരാള് ഇങ്ങനെ മുഖത്തടിച്ച നമ്മളോട് പറഞ്ഞു കഴിഞ്ഞപ്പോ നമുക്കത് ശരിക്ക് ഇതായി. നമ്മള് മാത്രല്ല എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ടുള്ളവരും വല്ലാണ്ടായി. പക്ഷെ നമ്മളപ്പോ തന്നെ റിപ്ലൈ കൊടുത്തു. ഇതുപോലെ നമ്മൾ മാത്രമല്ല ഇങ്ങനെ ഒരു ഇതവസ്ഥ പറ്റിയിട്ട് നമ്മൾ ജീവിക്കുന്നത്. കുറെ പേരുണ്ട്, നമ്മളെ പോലെ തന്നെ കുറെ പേരുണ്ട്. അവരൊക്കെ ഒരു തവണയെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പല പല നമ്മൾ കമന്റ് റിയാക്ഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും അവർ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്ത് വന്നിട്ടുള്ള. നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മൾ പറയുന്നു. അല്ലാണ്ട് അവർക്ക് ആരും അറിയാതെ അവർ ഒത്തിരി വിഷമിക്കും. നമ്മളിപ്പം ആസ് എ പാർട്ട്ണർ ഞാൻ കുറെ വിഷമിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവരെന്തിനങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു പുള്ളി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഒരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഏതാന്ന് പറയുന്നില്ല. അപ്പം ഫംഗ്ഷൻ വന്നിട്ട് നമുക്കറിയാവുന്നൊരു പുള്ളിയാണ്. പുള്ളി വന്നിട്ട് പറയാണ്, ഇങ്ങനെ പറ്റിയാൽ എന്താ, അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. നമ്മള് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇങ്ങനെ ഒരു ലൈഫ് സ്വപ്നം കണ്ട് ജീവിക്കുന്നവരല്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ വീൽ ചെയർ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളല്ല എന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ പിന്നെ പറയുന്നതിനോട് ഒട്ടും താല്പര്യമുള്ള ആളല്ല. അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ നമ്മള് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളൊരു സംഭവം അല്ല ഇത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരു ഇതായി പോയതാണ് അല്ലേ. ഇപ്പൊ നമ്മള് അതിലും നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട്. ഞങ്ങള് ചുമ്മാ ഒന്നുമല്ല, ഞങ്ങള് വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ പൈസ കിട്ടാനായിട്ട് തന്നെ. ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ആവുകയാണെങ്കിൽ തന്നെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയാണ് വീഡിയോ ഇടുന്നത്. നമ്മള് ആരോടും ആരെടുത്തോന്നും അല്ലാണ്ട് ഇപ്പം മോഷിച്ചോ കട്ടുമുടിച്ചിട്ടോ ഒന്നും അല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇനി ആരും ചുമ്മാ എന്തായാലും യൂട്യൂബുകാർ നിന്നാ നിങ്ങള് വീഡിയോ ഇടുന്നതല്ലേ പിടിച്ചോന്നുള്ള രീതിയിൽ എന്തായാലും കൊണ്ട് തരുന്നില്ല. അതും കിട്ടുന്നത് എത്ര രൂപയാ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഓരോ ദിവസം അവര് പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറെ പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവര് കുറെ പേരുണ്ട്. അവര് കണ്ടാ മതി. ഞങ്ങളുടെ വീഡിയോ ഇപ്പൊ 9,000, 10,000, 15,000 പേരൊക്കെയാ കാണുന്നത്. അത്രയും പേര്, ഇത്രയും സ്നേഹമുള്ള കുറച്ച് ആൾക്കാരാ. ഇപ്പൊ ഞാൻ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഈ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴുള്ളവരല്ല, ഇവിടെ ജീവിക്കുന്നവരല്ല. ഇതിനു മുന്നേ നമ്മള് റിലേഷൻഷിപ്പിലായിട്ട് തന്നെ ആൾക്കാർ അറിഞ്ഞിട്ടുള്ളവരും, അതുപോലെ തന്നെ ഈ TV-യിൽ വന്നതിന് ശേഷമാണ് എല്ലാവർക്കും അറിയുന്നത്. യദുകൃഷ്ണയ്ക്ക് ഞാനും അല്ലെങ്കിൽ കുറെ പേര്, ഭൂരിഭാഗം പേരും അറിയാം. നമ്മുടെ നാട്ടുകാർക്ക് അതിന് മുന്നേ അറിയാവുന്ന കാര്യമാണിത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ ഈ നാട്ടുകാര് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി നടു തളർന്നൊരുത്തനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാവി ജീവിതം എങ്ങനെയാകും. എനിക്കില്ലാത്ത കൺസേൺ അവർക്ക് എന്തിനാ? എനിക്കറിയത്തില്ലേ എന്തൊക്കെയാ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളാ നടക്കുള്ളത്. എനിക്കറിയത്തില്ലേ? എനിക്കില്ല പ്രശ്നം. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പൊ ചിന്തിച്ചാലും എനിക്ക് അതിനിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. അതെന്റെ തീരുമാനമല്ലേ. ഈ പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുള്ളവര്, അതല്ല കോമഡി, അങ്ങനെ പറഞ്ഞിട്ടുള്ളവര് ഞാൻ ഇതുപോലെ ഒരു പ്രോഗ്രാമിന് ചെന്ന് നമ്മൾ ഇച്ചിരി ഒരു ഫെയിം ആയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അയ്യോ അവനെ ചതിക്കല്ലേ, അവൻ ഇട്ടിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് പറയുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ഫീലിംഗ് പുച്ഛം. എന്തായത്, മനുഷ്യരൊക്കെ ഇങ്ങനെ പെട്ടെന്ന് മാറാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. എനിക്കൊക്കെ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്റെ മുഖത്ത് കാണും എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മാറേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എന്നെ നേരത്തെ അറിയുന്നവർക്കും അറിയാം, ഇപ്പോഴറിയുന്നവരറിയാം. ഞാൻ കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുണ്ടെന്നല്ലാണ്ട്
ബോൾഡ് ആയിട്ടുണ്ട് ബോൾഡ് ആയിട്ടുണ്ട്. ബോൾഡ് ആയിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നമുക്കിപ്പം ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് അവിടുന്ന് ഇവിടുന്നും ഇങ്ങനെ നമ്മളൊരു ഫംഗ്ഷനിൽ ചെന്ന് നമ്മുടെ കുറെ പേര് ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോടുമായിട്ട് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും വിഷമമുണ്ട്. ഇതുപോലെ ഒരു കമന്റ് ഫേസ്ബുക്കിൽ നമ്മൾ നോക്കാറില്ല, തഴഞ്ഞിട്ടേക്കുന്ന സാധനമാണ്. അപ്പം ഇതുപോലെ തന്നെ ഒരു കൊച്ചെടുത്ത് എന്റെ ഒരു ഫ്രണ്ടാണ് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കമന്റ് വന്നു, നീ ശ്രദ്ധിച്ചായിരുന്നു? ഇല്ലടി, നീ കമന്റ്സ് കുറെ ശ്രദ്ധിക്കണം കേട്ടോ, നോക്ക്, നീ റിപ്ലൈ കൊടുത്തു കഴിയുമ്പോ അവരങ്ങ്, ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് എന്നെക്കാട്ടും മുന്നേ കുറെ പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അവരെന്തിനാ അങ്ങനെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടാണ്, നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ പോരെ, നാട്ടുകാരെ വെറുപ്പിക്കാതെ. നാട്ടുകാര് വെറുത്തോട്ടെ, ആരാ പറഞ്ഞു നാട്ടുകാർ വെറുക്കേണ്ടത്? നമ്മള് പറഞ്ഞു നാട്ടുകാർ വെറുക്കേണ്ടത്. അവൻ പിന്നെ നമ്മുടെ ഈ അക്കൗണ്ട് യൂട്യൂബിനകത്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാഗ്രാമിനകത്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഫേസ്ബുക്കിനകത്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാതെ മുന്നോട്ട് പോകാനുള്ള കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ആരെയും കാണണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമില്ല. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നതിന് മാത്രം നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി. അല്ല, ഇഷ്ടപ്പെടാത്തൊരു മാറിക്കൊള്ളു. ഇങ്ങനെ വെറുതെ കമന്റ് ഇട്ടിട്ട് നമുക്ക് എന്താ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്? എന്തുവാ സത്യം പറഞ്ഞാൽ നമ്മളോട് ഇങ്ങനെ കാണുമ്പോ പറയുമ്പോഴോ അല്ല സമാധാനം കിട്ടുമായിരിക്കാം. അതുപോലെ ഒട്ടുമിക്ക നാട്ടുകാരുടെയും വിചാരം ഞങ്ങൾക്കിപ്പോ എന്തോ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ്. യൂട്യൂബ് വഴി, ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ വീട്ടിലൊക്കെ സ്വർണ്ണ ബിസ്ക്കറ്റ് ഇങ്ങനെ അടുക്കി വെച്ചേക്കാന്നൊക്കെയാണ് ഭയങ്കര അമ്മേ ദേവി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് ഭിക്ഷ, ഇതിനെക്കാട്ടും നല്ലത് ഭിക്ഷ എടുത്താ പോരെന്ന് കഴിഞ്ഞ ദിവസം വന്ന കമന്റാ. ഭിക്ഷ എടുക്കേണ്ട കാര്യം എന്താ? ഭിക്ഷ എടുക്കുന്ന അത്ര എളുപ്പമുള്ള പണിയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഭിക്ഷ എടുക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നല്ല. ആ വെയിലും കൊണ്ട് ഒരിടത്ത് അടങ്ങി ഒതുങ്ങി അത്ര ക്ഷമയോടിരുന്ന് പൈസ മേടിക്കുന്ന അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നല്ല. അത് മാത്രമല്ല, അതിനേക്കാളും നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. എടുക്കുന്നതിലും ഉണ്ട്, എന്ത് ജോലിക്കും ഉണ്ട്. അല്ല, അതിനെക്കാട്ടിലും കഷ്ടപ്പാടുണ്ട് ഇതിന്. ഇല്ലെങ്കിൽ ഈ കമന്റ് ഇട്ടതിന് അവൻ ഒരു ദിവസം ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിന്റെയൊക്കെ പരിപാടിയൊക്കെ ചെയ്തൊന്നും അവനൊന്ന് അപ്ലോഡ് ചെയ്ത്. ഇതിപ്പോ ഞാൻ പറയാം, ഞാൻ നേരത്തെ തൊട്ടേ റീൽസിനകത്തൊക്കെ ആണെങ്കിൽ ടിക്ടോക്കിനകത്തൊക്കെ ആണെങ്കിൽ വീഡിയോ ചുമ്മാ ഇടുക, അത് നമ്മുടെ ഇഷ്ടമാ വീഡിയോ ഇടുന്നത്. ഇപ്പം നമ്മള് എന്തുവാ ഈ ഒരു TV ഷോയിൽ പോകുന്നതിന് മുന്നേ നമ്മളൊരു വീഡിയോ യൂട്യൂബിനകത്ത് തന്നെ കിടപ്പുണ്ട്. അവനാണെങ്കിൽ ക്യാമറ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരുന്ന ആളാ, വീഡിയോ എടുത്തോണ്ടിരുന്നതാ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇടുമ്പോഴത്തേന് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. നമുക്ക് അടങ്ങി ഒതുങ്ങി നമ്മൾ ഇതല്ല സ്വപ്നം കണ്ടിട്ടുള്ള ഒരു ലൈഫ് ഇതല്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോയി നമ്മൾ നല്ല രീതിയിൽ സ്വപ്നം കണ്ട് ജീവിച്ചൊരു കപ്പിൾസ് ആണ് നമ്മൾ. അത് പറ്റാതെ നമ്മളിപ്പം അതിനെക്കാട്ടും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. നമ്മളിപ്പം ഓരോ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിലും അതിനകത്ത് ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ വീഡിയോസ് ഇടുന്നത്. അത് തന്നെ നാട്ടുകാരെ നോക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീഡിയോ ഇടേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞങ്ങളുടെ ഈ വീഡിയോ എന്താ അത് ഏത് വീഡിയോയാണെന്നറിയാവോ? അല്ലല്ല, അതല്ല, അങ്ങനല്ല. ഇതൊക്കെ എന്താ മണിയറയും മതി എന്തുവാ നാട്ടുകാരെ കാണിപ്പിക്കും അങ്ങനൊക്കെ പറയുന്നത്. അത് മണിയറയിൽ എന്തോ ചെയ്യും നമ്മൾ. അത് ഏത് വീഡിയോക്കകത്താന്നറിയാം, മധുര സിനിമയ്ക്കകത്ത് ഒരു ഡയലോഗ്. അതിനകത്ത് അങ്ങനെ ഒരു സീനേ ഇല്ല. നിങ്ങളുടെ വീട്ടില് ഭാര്യയോട് ഭർത്താവ് ഇഷ്ടം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ഇഷ്ടം കാണിക്കുന്ന മണിയറയിൽ മാത്രമായിരിക്കും. അപ്പം മാത്രം സ്നേഹം കാണിക്കേണ്ടതല്ല സ്നേഹം, അല്ലേ? അതിന് സ്നേഹമെന്നല്ല പറയുന്നത്. അതിന് സ്നേഹം എന്നല്ല പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കാണിക്കുന്ന ഒരു സംഭവമാണ്. അതിപ്പോ മണിയറയെ മാത്രം കാണിക്കുന്നത് നിങ്ങളുടെ തെറ്റ്, നമ്മുടെ തെറ്റല്ല. അല്ല, അതിന് വീഡിയോ എടുത്തൊന്നും ഇല്ല. ഇവള് എന്റെ മടിയിൽ ഇങ്ങനെ കിടക്കുന്നു, ഞാൻ അവളുടെ മുഖത്ത് നോക്കി ഡയലോഗ് പറയുന്നു, അവളുടെ മുഖത്ത് നോക്കി ഞാൻ ഡയലോഗ് പറഞ്ഞു. ഇതിനകത്ത് എന്തോ അത് ഫിലിമില് നമ്മളത് റീക്രിയേറ്റ് ചെയ്തു. നമ്മളിപ്പോ ഓരോ വീഡിയോ ഇടുന്ന നമുക്കത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ നമ്മളെ ഭൂരിഭാഗം പേർക്ക് പറയാം നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിടാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇട്ടാലോ അതോ അവൻ ഒറ്റയ്ക്ക് ഇട്ടാലോ അത്ര റീച്ച് കിട്ടണം എന്നില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടാണ് മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നത്. എനിക്ക് വ്ലോഗ് ചെയ്യുന്നതിനോട് വലിയ, അതായത് എനിക്കത് എടുക്കാനോ അല്ലെങ്കിൽ പിടിക്കാനോ അങ്ങനെയുള്ള ചെറിയ അറിയത്തില്ല. ഞാൻ ഇതിനകത്ത് PhD എടുത്ത ആളൊന്നും അല്ല. നമ്മള് ഒരു അവസ്ഥയിൽ ഇങ്ങനെ വന്ന പോലെ. അതുപോലെ തന്നെ എനിക്ക് റീൽസ് ഒക്കെ എടുക്കുന്ന റീൽസിന്റെ ഒക്കെ ഞാനാണ് മിക്കവാറും കണ്ടത്. കുഞ്ഞാ ഇത് ട്രെൻഡിങ് ആണ്, ഇത് നമുക്ക് ചെയ്യാം. അതൊരു ആഗ്രഹം കൊണ്ടാണ്. നമ്മളത് 100% നല്ലതാക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലതാക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അത് അത്രയും പെർഫെക്റ്റ് ഒന്നും ആകണം എന്നില്ല. എന്നാൽ പോലും നമ്മുടെ ആഗ്രഹമല്ലേ. അതുപോലെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് വീട്ടിലിരുന്ന് ജോലി ചെയ്തിട്ടുണ്ട് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യാറുണ്ട്.
ഇതിപ്പം അത് മാത്രമല്ല അത് നിസ്സാര കാര്യമല്ല. എഡിറ്റിങ് ചെയ്യുന്നതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്ന അത്ര ഭയങ്കര ഞങ്ങളാണെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും പറയാം, ഞങ്ങൾ രണ്ടുപേരും രണ്ട് വീട്ടിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാനിപ്പം വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവന്റെ വീട്ടിലോട്ട് പോകണം, അല്ലെങ്കിൽ അവൻ എന്റെ വീട്ടിലോട്ട് വരണം. ഇത് രണ്ടും നമ്മൾ രാവിലെ എണ്ണീറ്റ് വല്ലതും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അവരുടെ അടുത്തോട്ട് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ദിവസവും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരടുത്ത് പോയേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ കുറെ ഉണ്ട്. അത് മാത്രമല്ല ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നവര് പുറത്ത് പോകാനും എടുക്കാനും അല്ലെന്നുണ്ടെങ്കിൽ പുതിയ അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും കുറെ കാര്യങ്ങൾ. നമുക്ക് വീട് വിട്ടിട്ട് പോകുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് അതിന്റെ അടി വന്നിട്ട് ഇങ്ങനത്തെ കമന്റ് ഒക്കെ പറഞ്ഞിട്ട് നന്ദിയുണ്ട്. ലോകത്തിൽ ഇവര് മാത്രമുള്ള ഭാര്യ ഭർത്താക്കന്മാര് ആയിട്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കുറെ ഉണ്ട്. ഞങ്ങള് പറഞ്ഞിട്ടുണ്ടോ? എനിക്കറിയാം ഒരു 10-15 പേര് എനിക്ക് നമ്മള് വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടോ അവിടെ ഇഷ്ടംപോലെ ഇതിനെക്കാട്ടും വയ്യതോ, അതായത് തലയ്ക്ക് താഴോട്ട് പാരലൈസ്ഡ് ആയിട്ടുള്ള, തലയ്ക്ക് താഴോട്ട് കഴുത്തിന് താഴോട്ട് പാരലൈസ്ഡ് ആയിട്ടുള്ള കുറെ പേരെ കണ്ടിട്ടുണ്ട്. അവരും ജീവിക്കുന്നുണ്ട്. അവരുടെ ഭാര്യമാര് അവരിൽ ഒരാളായി നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ മാത്രമാണ് നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയത്തുമില്ല. അവരുടെ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ എന്നെ എത്ര പേര് കോണ്ടാക്ട് ചെയ്യാറുണ്ടെന്നറിയാം. ഈ വലിയൊരു ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമാണെങ്കിലും അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പേര്, ഞാൻ അവരോടൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. മിക്കവാറും പാർട്ട്നേഴ്സ് ആയിരിക്കും വിളിക്കുന്നത്. അവരുടെ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം തന്നെ നമ്മളോട് ചോദിച്ചു 10 പേര് അറിയുമ്പോ അത് ഇതെന്തോ നല്ല ഇതല്ലേ? അതെ, അത് മാത്രമല്ല പാർട്ട്നേഴ്സ് വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്കറിയാം അവരെന്തോരം വൃത്തികെട്ട സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഞാൻ എന്നിട്ട് അവരോട് തന്നെ പറയും, നിങ്ങൾക്ക് ഇങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് കുറെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ നന്നായിട്ട് ഫേസ് ചെയ്യുക, കുറച്ച് ബോൾഡായിട്ട് നിൽക്കുക. കരഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതിന് മാത്രമേ കാണത്തുള്ളൂ സമയം. നമ്മളും കരയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇങ്ങനെ ചെറിയ കാര്യത്തിനൊന്നും കരഞ്ഞോണ്ടിരുന്നതിന് ഒരു കാര്യമില്ല. ഇവര് ഈ പറയുന്നൊക്കെ വെറുതെ. ഇപ്പൊ കാശ് കിട്ടാൻ വേണ്ടി തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. അതെ, പൈസ കിട്ടാൻ തന്നെ നമുക്ക് ജീവിക്കണ്ടേ. നമ്മളൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മളിത് എന്തുവാ, നമുക്ക് മാക്സിമം സ്റ്റേബിൾ ആവണമെന്നുണ്ടോ? സ്റ്റേബിൾ ആയി പറഞ്ഞാൽ നിർത്താനൊന്നുമല്ല, അതല്ല സ്റ്റേബിൾ ആകണം എന്നാണ്. സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഇതായി പോകും. എന്തായിപ്പോ എല്ലാം മടിച്ചായി പോകുമില്ലേ. എനിക്ക് സ്റ്റേബിൾ ആകാൻ കാര്യം നമുക്കിപ്പം നമ്മുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റണം. നമുക്ക് എത്ര നാൾ വരെ ജീവിക്കാൻ പറ്റുമെന്നൊന്നും ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ചിലപ്പോ നാളെ മറ്റേ മുല്ലപ്പെരിയാർ കൂട്ടി നമ്മൾ ചത്തുപോവാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. നാളെ ആര് കാണും ആര് കാണത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിപ്പോഴും പറയുന്ന കാര്യം. അപ്പൊ ഉള്ള കാലം നമ്മൾ സന്തോഷത്തോടെ, ഇനിയിപ്പോ എങ്ങനെയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഞാൻ ഈ ചുരിദാർ ഇട്ടെന്നോ അല്ലെന്നുണ്ടെങ്കിൽ സാരി ഉടുത്തെന്നോ പറഞ്ഞോണ്ട് ഞാനൊരു കുലസ്ത്രീ മെറ്റീരിയൽ അല്ല. ശരിക്കും അല്ല. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഞാൻ അങ്ങനെയാണ്. എനിക്ക് പിന്നെയും കുറച്ച് ലിമിറ്റേഷൻസ് വന്നിട്ടുള്ളത്. യദുകൃഷ്ണയ്ക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് ഡ്രസ്സ് ഞാനായിട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് കംഫർട്ടാന്ന് തോന്നുന്ന ഡ്രസ്സ് ഞാൻ ഇടും. അതിപ്പം അല്ലേ, അത് എത്ര നമുക്ക് വേറൊരാളെ അയ്യോ നിങ്ങളെ നമ്മൾ അങ്ങനല്ല കണ്ടത് കുറെ കമന്റ്സ് ഞാൻ കണ്ടു, ഞാൻ കാണുന്നുണ്ട്. കാര്യം അതെനിക്ക് ഇഷ്ടമാണ്. നമ്മൾ എത്ര എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അയ്യോ ആ നാട്ടുകാർ അങ്ങനെ പറയുന്ന അങ്ങനെയാണെങ്കിൽ ഒന്നും എല്ലാവരുടെ ഒരു വിചാരമുണ്ട് നമ്മൾ ഫിസിക്കലായിട്ട് റിലേഷൻ എല്ലാം കഴിഞ്ഞിട്ടുള്ളവരാണ്. ആണോ? എന്റെ അറിവിലും ഇല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? എനിക്കറിയത്തില്ല, എന്റെ അറിവിലില്ല. ഇങ്ങനൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുന്നതിന് മുന്നേ കുറച്ച് ആലോചിക്കണം. നാളെ ഇത് വീട്ടിലുള്ളവർക്ക് വരാതിരിക്കട്ടെ, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. ആൾക്കാർ പറയും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ കല്യാണം കഴിക്കാൻ നാണമില്ലേ എന്ന്. ലിവിങ് ടുഗദർ ഒക്കെ ഇപ്പം 2025 ലിവിങ് ടുഗദർ ഒക്കെ ഇപ്പം അലോഡാണ് നമ്മുടെ നാട്ടിൽ തന്നെ. എല്ലാരും ഭൂരിഭാഗം പിള്ളേരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിനോട് ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഞാൻ ആലോചിക്കുന്നുണ്ട്, ലിവിങ് ടുഗദർ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാ. ഇങ്ങനെ കമന്റ് ഇടുന്നവരാണെങ്കിലോ കൂടെ ജീവിക്കുന്നവര് എങ്ങനത്തെ സ്വഭാവത്തിലുള്ളവരാന്ന് എങ്ങനെ അറിയും? കൂടെ ജീവിച്ച് ഫിസിക്കൽ റിലേഷൻ കഴിയാന്നല്ല ഞാൻ പറഞ്ഞു, കൂടെ ജീവിച്ച് അവന്റെ സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ ലിവിങ് ടുഗദർ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാ. അത്രയൊക്കെ ഉള്ളു ഗൈസ് പറയാന്.
ഇത് ഇത് പറയാതിരിക്കാൻ ഇച്ചിരി റൂഡായിട്ട് തോന്നും. കാര്യം നമ്മളോട് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മൾ ആ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ എന്നോട് ലക്ഷക്കണക്കിനാണോ സാലറി കിട്ടുക അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നതെന്ന് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ നല്ല കോടികളാ കിട്ടുന്നതെന്ന് പറയാറ്. നമ്മൾ കുറച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അതെ എന്തായാലും പറയുന്നുണ്ട്, നമ്മളിപ്പോ കേൾക്കട്ടെ. പറഞ്ഞില്ലേലും പറയുന്നുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് യൂട്യൂബിനകത്ത് നമുക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ എല്ലാരും വിചാരം 1 1 ലക്ഷം ലക്ഷം രൂപ രൂപയും വെച്ച് കിട്ടും. മാസം തോറും കിട്ടുമെന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം, എനിക്കറിയത്തില്ല. അയ്യോ, ഉം. മാസമൊന്നുമില്ല. അപ്പം എല്ലാരും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് ഇടാതിരിക്കുക, ബ്ലോക്ക് ചെയ്തിട്ട് പോവുക. എന്തിനാ ബാക്കിയുള്ളവരെ വിഷമിപ്പിച്ചിട്ട് നിങ്ങൾ ജീവിക്കുന്നത്? ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആർക്കും വരാതിരിക്കട്ടെ, വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാകുള്ളൂ. ഈ കമന്റ് ഇടുന്നവർക്കൊക്കെ വന്നാലേ മനസ്സിലാകത്തുള്ളൂ. അതെ, അങ്ങനെ പറയണം. വരാതിരിക്കട്ടെ. ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിന്റെ ഇടയ്ക്ക് നമ്മൾ എനിക്ക് വീഡിയോ എനിക്ക് എടുക്കുന്നത്. വന്ന സ്ഥിതിക്ക് ഇങ്ങനെ കമന്റ് ഇടുന്നവർക്ക് വന്നാലേ അവര് പഠിക്കത്തുള്ളൂ. അപ്പൊ പിന്നെ വരണം എന്നാ ഞാൻ പറയത്തുള്ളൂ. സത്യമായിട്ട് ഞാൻ കാര്യമായിട്ട് അങ്ങനെ പറയത്തുള്ളൂ. അല്ലാണ്ട് ഈ അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് വരണം, എന്നാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അതെ, അമ്മമാർക്കൂടെ അറിഞ്ഞാലേ അത് അറിയത്തുള്ളൂ. ഒരു രീതിയിൽ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്ത് പറയാനേ പറ്റത്തുള്ളൂ. ഇത് ഒരാളൊന്നും അല്ല ഈ കമന്റ് ഇടുന്നത്, ഇത് തന്നെ പിന്നെ കമന്റ് ഇട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പറയത്തില്ലേ, കമന്റ് റിയാക്ഷൻ നമ്മൾ എടുക്കൂല. പക്ഷെ ഇങ്ങനെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കുക, നമുക്കിത് റിയാക്ട് ചെയ്യണ്ടേ, നമ്മളിത് ആരെങ്കിലും പറയണ്ടേ? ഇത് ഈ തുപ്പുന്നവര് തന്നെ വേറെ ആൾക്കാരോട് ഞങ്ങൾ തുപ്പുമല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. ഇനിയും കമന്റ് ഇടുക. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരൊക്കെ മുഖത്ത് നോക്കി ഒന്നും പറയാൻ പഠിക്കുക. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാതുറന്നെങ്കിൽ അവരോട് തന്നെ പറയാമല്ലോ. ഈ അല്ലാതുള്ളവരെ ബാധിക്കത്തില്ലല്ലോ. അതെ, സത്യം. നന്നായിട്ട് കമന്റ് ഇടുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയാവോ? എത്ര സ്നേഹത്തോടെ അവരുടെ കമന്റ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാകും. അതെ, ഞങ്ങള് ലൈക്ക് ചെയ്യാത്ത കമന്റ്സ് ഒന്നുമില്ല. എല്ലാ കമന്റ്സിനും ഞങ്ങൾ ഭൂരിഭാഗം കമന്റ്സ് ലൈക്ക് ചെയ്യും. നമ്മൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇന്ന സമയം കഴിഞ്ഞിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ട് വേറെ വീഡിയോസിനോട് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ കമന്റ്സ് എല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ ഉള്ളൂ. മിക്ക കമന്റ്സിനൊക്കെ റിയാക്ഷൻ കൊടുക്കുന്നത് മിക്കവാറും ഞാൻ തന്നെ. കാര്യം ഞാൻ എന്റെ ഒരു സമയം മിക്കവാറും ഞാൻ അതിന് ഇങ്ങനെ കാര്യം അവരും കഷ്ടപ്പെട്ട് അവരിഷ്ടത്തോടെ ചെയ്യുന്നവര് കാണും. റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാൻ കുറെ പേർക്ക്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ബൈ.